സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടാണ് മുഹമ്മദ് ജാസിൽ ശ്രദ്ധേയനാവുന്നത്. പിന്നീട് ജാസിൽ ജാസ് എന്ന പേരിൽ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും താരം വീഡിയോസ് ചെയ്തു തുടങ്ങി. തന്റെ വ്യക്തിജീവിതത്തിലെ കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചുകൊണ്ടാണ് താരം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഞാനൊരാണാണോ പെണ്ണാണോ എന്നൊക്കെ അറിയാനാണ് എല്ലാവരുടെയും ആകാംക്ഷയെന്നാണ് പുതിയ അഭിമുഖത്തിലൂടെ താരം പറയുന്നത്. മാത്രമല്ല, താനും സുഹൃത്തും തമ്മിലുണ്ടായ അടിപിടിയെക്കുറിച്ചും ആളുകളിൽ നിന്നും നേരിടുന്ന അപമാനത്തെക്കുറിച്ചുമൊക്കെ താരം തുറന്ന് സംസാരിക്കുകയാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത്. മലയാളികൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉള്ളതുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പോലും പേടിയായിരുന്നു. തുടക്കത്തിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് എനിക്ക് കിട്ടിയത്. കുണ്ടൻ, കളി, കോൽക്കളി എന്നെല്ലാം എൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആളുകൾ പറയാറുണ്ട്. അതുപോലെ ചാന്തുപൊട്ട്, 9 എന്നെല്ലാം വിളിക്കുന്നത് ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ് ഞാൻ. ഉമ്മ വീട്ടുജോലിക്ക് പോകുന്ന ആളായിരുന്നു. എങ്ങനെയും കുടുംബത്തിനെ സഹായിക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ജോലിക്കായി ദുബായിലേക്ക് പോകുന്നത്. എൻ്റെ സ്ത്രൈണതയാണ് വിമർശനങ്ങൾക്ക് കാരണം. ഞാൻ അഭിനയിക്കുകയാണെന്നാണ് കൂടുതൽ പേരും പറയുന്നത്. നിങ്ങൾ പെണ്ണുങ്ങളെ പോലെ നടക്കാൻ ശ്രമിക്കുന്നതാണ്. ആണുങ്ങളോട് കൂട്ടുകൂടിയാൽ എന്താണ്? ജിമ്മിൽ പോയിക്കൂടെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഡോക്ടറുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരെ പോയിട്ടുമുണ്ട്. പക്ഷേ എന്നാലും അഭിനയിക്കുകയാണെന്നാണ് പറയുന്നത്. എത്ര കാലം അഭിനയിക്കാൻ സാധിക്കുമെന്നാണ് ജാസിൽ ചോദിക്കുന്നത്. ഞാൻ ആണാണോ പെണ്ണാണോ എന്നറിയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്തിനാണ് എൻ്റെ ഐഡന്റിറ്റി ഞാൻ മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്? അത് തെളിയിക്കാൻ എൻ്റെ വ്യക്തിപരമായ അവയവങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാണിക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചവരുണ്ട്. മദ്രസയിൽ പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുമ്പോഴുമൊക്കെ ലൈംഗികമായി മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. കോളേജ് ലെവലിൽ പഠിക്കുന്ന സമയത്ത് ഇത് എതിർത്തപ്പോൾ സീനിയർ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് ബിയർ കുപ്പി കൊണ്ട് അടി പോലും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനൊരു ജീവിതത്തോട് എനിക്ക് തന്നെ മടുപ്പായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിരുന്നു. ഞാൻ മാത്രമാണ് ഇങ്ങനെയെന്നാണ് വിചാരിച്ചിരുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളാണ് എനിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്. അവരൊക്കെ പെൺകുട്ടികളുടെ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഞാനും അവരുടെ കൂടെയല്ലേ പോകേണ്ടത് എന്നാണ് ചിന്തിച്ചിരുന്നത്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കേ ഇതിനെപ്പറ്റി അറിയൂ. പിന്നീടാണ് ഞാൻ ഒരാളെ പരിചയപ്പെടുന്നത്. അവർ പറഞ്ഞിട്ടാണ് ഞാൻ മാത്രമല്ല ഒരുപാട് പേർ ഇതുപോലെ ഉണ്ടെന്ന് അറിയുന്നത്. അവർക്കൊരു സംഘടനയുണ്ടെന്നും അന്ന് മനസ്സിലാക്കി. അവരുമായി സംസാരിച്ചതിന് ശേഷമാണ് എനിക്കൊരു സമാധാനം വന്നതെന്നും ജാസിൽ തുറന്നു പറയുന്നു.